ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല അഭിഷേകം നിറഞ്ഞ ഒരു ദിവസം നേരുക. നമുക്കൊരു വചനം ശ്രദ്ധിക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 21-ാം തിരുവചനം. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. സ്വർഗരാജ്യ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈശോ വ്യക്തികളുടെ പ്രവർത്തനത്തെ രണ്ടായിട്ട് തിരിക്കുക. ഒന്ന് കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവർ, രണ്ടാമത്തെ കൂട്ടര് ഇഷ്ടം നിറവേറ്റുന്നവർ. ഈ രണ്ട് കൂട്ടരെ നമുക്ക് ചുറ്റും കാണാൻ പറ്റും. എന്നിട്ട് പറയാണ്, വിളിച്ചപേക്ഷിക്കുന്ന വെറും അധരത്തിൽ എന്നെ കൊണ്ടു നടക്കുന്ന വ്യക്തികൾ ഒരു കാരണവശാലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് പോവുകയില്ല. ആരൊക്കെയാണോ എന്നെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുക, ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരാ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, കർത്താവിൻ്റെ വചനം പാലിക്കുക. ആരൊക്കെ എന്നെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നുവോ അവർക്ക് മാത്രമേ സ്വർഗരാജ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നീ നിൻ്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തണം. നീ ഈശോയെ നിൻ്റെ അധരത്തിലാണോ നിൻ്റെ ഹൃദയത്തിലാണോ കൊണ്ടു നടക്കുക? അതിനനുസരിച്ചായിരിക്കും നിൻ്റെ സ്വർഗരാജ്യം. ഹൃദയം നിറയെ കർത്താവിനെ വഹിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, വെറും അധരത്തിൽ നിന്നെ കൊണ്ടു കിടക്കാതെ ഹൃദയത്തിൽ കൊണ്ടു കിടക്കുവാനായിട്ട്, നിന്റെ വചനങ്ങൾക്ക് ജീവൻ കൊടുക്കുവാനായിട്ട് വ്യക്തി അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിവസത്തിന് വേണ്ട എല്ലാ കൃപകളും സംരക്ഷണവും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതനീ അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതനീ അത്യുന്നതനീ അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവം.